വ്യാപാരം മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത്. സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ വരുന്നില്ല. കാരണം വില ഇങ്ങനെ ക്രമാതീതമായി താഴേക്ക് പോകുമ്പോൾ വീണ്ടും കൂടുതൽ താഴ്ചയിലേക്ക് സ്വർണ്ണവില എത്തും എന്നുള്ള തലത്തിൽ ആളുകൾക്കിടയ്ക്കൊരു ചിന്താഗതി വരികയും അതിനനുസരിച്ച് 1,00,000 രൂപയിലേക്ക് താഴേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് വാങ്ങാം എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ മാറി ചിന്തിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ പ്രധാന പ്രശ്നം ഈ രാജ്യങ്ങൾ തമ്മിൽ ഗൾഫ് രാജ്യങ്ങളിൽ സംഘർഷങ്ങൾ നേരിടുമ്പോൾ അത് വലിയ തോതിൽ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം എല്ലാ രാജ്യങ്ങളിലേക്കും അലയടിക്കുന്നുമുണ്ട്. അതിന്റെ ഒരു ഭാഗം എന്നോണം തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നേരിടുന്നത്. ഇപ്പോ നമ്മൾ ഇവിടുത്തെ സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണ്ണ വിൽപ്പന വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തി. അതുപോലെ തന്നെ സ്വർണം വിൽക്കാനുള്ള ആളുകൾ ജ്വല്ലറിയിലേക്ക് സ്വർണം വിൽക്കാനായിട്ട് വളരെ വലിയ തോതിൽ എത്തുകയാണ്. അതായത് ഇതിന്റെ സപ്ലൈ വലിയ രീതിയിൽ കൂടുകയാണ്, ഡിമാൻഡ് വലിയ തോതിൽ കുറയുന്ന ഒരവസ്ഥയുമാണ്. അതാണ് ഇപ്പോൾ ഈ സ്വർണ്ണ വിപണിയെ ഇത്രയും താഴേക്ക് അടിക്കുന്നത്. സ്വർണം വില ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഉടനെ പെട്ടെന്നൊന്നും വില കൂടുന്ന ഒരു സാധ്യത കാണുന്നില്ല. അതിലൊരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിലൊരു സമാധാന ശ്രമങ്ങളിലേക്ക് വരികയോ ചർച്ച നടക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ പെട്ടെന്ന് സ്വർണ്ണവില കൂടുകയുള്ളൂ. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമൊന്നും നടന്ന മീറ്റിങ്ങുകളൊന്നും തീരുമാനമാവാത്തതും ഈ ഒരു വലിയ തിരിച്ചടിക്ക് കാരണമാണ്. ഏതാണെങ്കിൽ ഇതൊക്കെ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം സ്വർണ്ണ വിപണിയെ വളരെ മോശമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. അത് സ്വർണ്ണ വ്യാപാരം വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ 1,00,000 എന്ന പവൻ വിലയുമായി ആഭരണപ്രേമികൾ ഏകദേശം താരതമ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് ആ ഒരു റേറ്റിൽ തന്നെ ആളുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു തൂക്കം കുറച്ചാൽ പോലും ആ വാങ്ങുന്ന 1,00,000 എന്ന രീതിയിൽ തന്നെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വില കൂടുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമെന്നോണം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് കൂടുതലും നൽകി വരുന്നത്, അല്ലേ? അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ചോദിക്കുന്നതും അത്തരത്തിലുള്ള ആഭരണങ്ങളാണ്. എന്നാൽ വില കുത്തനെ താഴ്ന്നൊരു സാഹചര്യം വന്നാൽ, അതായത് 60,000-ലേക്കും 70,000-ലേക്കൊക്കെ പവൻ വില എത്തിയാൽ ഇത്തരം ആഭരണങ്ങൾക്കൊരു ഡിമാൻഡ് നഷ്ടമാകുമെന്നൊരു ആശങ്കയുണ്ടോ? വില താഴേക്ക് പതിച്ചാലും ഇനി വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളൊന്നും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ആളുകളുടെ ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ആളുകളുടെ മൈൻഡ് സെറ്റ്, പുതിയ തലമുറ അടക്കമുള്ള ആളുകളുടെ എല്ലാ മൈൻഡ് സെറ്റ് വളരെ നേർത്ത ഒരു മാല, അതിലൊരു നേർത്ത ലോക്കറ്റ്, അതുപോലെ തന്നെ ചെറിയ വള ഇട്ടാൽ തന്നെ ആ കയ്യിൽ അത് ഉണ്ട് എന്നറിയത്തില്ലാത്ത രീതിയിലുള്ള വളകൾ, ചെറിയ നൈസ് ചെയിൻ ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ, ചെറിയ സ്റ്റഡുകൾ, ചെറിയ മോതിരങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ പരമാവധി ഉപയോഗിക്കുക. ഇതൊക്കെ തന്നെയും എല്ലാം ഒരേ സമയത്ത് ഉപയോഗിക്കുന്നുമില്ല. ഏതെങ്കിലും ജസ്റ്റ് ഒരു പാറ്റേൺ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ടബിൾ സോണിന് അനുസരിച്ചിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് വില കുറഞ്ഞാൽ തന്നെയും സ്വർണത്തിന്റെ ആളുകൾ വാങ്ങുന്ന ട്രെൻഡിൽ നിലവിൽ ഉള്ള അവസ്ഥ തുടരുക തന്നെ ചെയ്യുകയുള്ളൂ. വലിയ ആഭരണങ്ങളിലേക്ക് ആളുകൾ പോകില്ല. വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ നേരത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പോലെ ഒരുപാട് ഷോ ചെയ്യുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള തരത്തിൽ അവരുടെ ഫാഷൻ ട്രെൻഡുകളൊക്കെ മാറിയിരിക്കുന്നു. ആ ട്രെൻഡുകൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ഫാഷനുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആഭരണങ്ങൾ ഒക്കെ, അങ്ങനെയൊക്കെ യുണീക്കായിട്ടുള്ള സ്പെഷ്യൽ മോഡലുകളൊക്കെ പ്രത്യേകമായിട്ട് വന്നെങ്കിൽ, അങ്ങനെ വല്ല ട്രെൻഡ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ വെയിറ്റ് ഉള്ള ആഭരണങ്ങളിലേക്ക് ആളുകൾ ഇനിയും എത്തുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത.
തീർച്ചയായും നമുക്കിപ്പോൾ ഈ സ്വർണത്തെ വീണ്ടും ഈ കുതിച്ചുചാട്ടം അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമല്ലേ? ഒരു സംശയം, ഈ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്വർണ്ണ വിലയെ സംബന്ധിച്ചിടത്തോളം കൂടാനാണോ സാധ്യതകൾ കൂടുതൽ? കാരണം ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ 20,000 രൂപയുടെ ഒരു വീഴ്ചയാണ് ഈ സ്വർണത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുന്നതിനെക്കാട്ടും എളുപ്പത്തിൽ കുറയാനുള്ളൊരു സാധ്യത ഈ മഞ്ഞലോഹത്തിനുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാവുന്നിടം വരെ വില താഴേക്ക് തന്നെ പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുശേഷം യുദ്ധത്തിനൊരു എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു തീരുമാനം ത്തിലേക്ക് എത്തുന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കിലെ മാറ്റം എന്തെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ഇപ്പോൾ പെട്ടെന്ന് വില കൂടാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെ ഓരോ സമയത്ത് പെട്ടെന്ന് ആണ് വിപണിയിൽ ചേഞ്ചുകൾ ഉണ്ടാകുന്നത്. ആ വിപണിയെ പിടിച്ച് ഉലയ്ക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ചേഞ്ചുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ സ്വർണ്ണവില തിരിച്ചു കയറും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഈ ഒരു ഗതി അനുസരിച്ച് യുദ്ധത്തിന്റെ എന്തെങ്കിലും ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് പോകുന്നിടം വരെ ഈ വില താഴേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സ്വർണ്ണ നിരക്കുകൾ ഇങ്ങനെ കുത്തനെ കുറയുന്നത് കൊണ്ട് ഈ സ്വർണം വാങ്ങാൻ ആൾക്കാർ മടിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഈ സാമ്പത്തിക മാന്ദ്യം എല്ലാ മേഖലകളിലും ഒരുപോലെ ബാധിച്ചതാകാമോ ഇത്തരത്തിൽ അവരുടെ ഒരു ആശങ്ക നിലനിൽക്കുന്നത്? അതോ ഇനിയും സ്വർണ്ണവില കുറയുമെന്ന പ്രതീക്ഷ കൊണ്ടായിരിക്കുമോ? ഈ രണ്ട് ഇതും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോകുന്നത്. ഒന്നാമത് സാമ്പത്തികമായി വലിയ സാമ്പത്തിക മാന്ദ്യം രാജ്യത്ത് ബാധിച്ചിട്ടുണ്ട്. അതിന്റെ അലവലുകൾ നമ്മളുടെ ആളുകളുടെ പർച്ചേസിംഗ് പവറിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആളുകളുടെ വാങ്ങേണ്ട ആളുകൾ ഈ വില ഓരോ ദിവസവും ഇങ്ങനെ 2-3 തവണ കുറയുന്നത് ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ സ്വർണം വാങ്ങാനായിട്ട് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം, നമുക്ക് അത്രയ്ക്ക് ആവശ്യമുള്ള ഇതല്ലല്ലോ, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വാങ്ങാം എന്നുള്ള തരത്തിലുള്ള ചിന്ത ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ നിലവില് വിപണിയിലെ ബിസിനസ് വീണ്ടും കൂടുതൽ മാന്ദ്യം നേരിടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.